വിനോദസഞ്ചാര മേഖലയെ ശക്തിപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട മൈസ്, അതുപോലെ തന്നെ വെഡ്ഡിംഗ് ഡെസ്റ്റിനേഷൻ, ഹൗസ് ബോട്ട് മേഖല, ക്രൂയിസ് ടൂറിസം എന്നിവ സംബന്ധിച്ച പരാതികൾ, നിർദ്ദേശങ്ങൾ എന്നിവ ചർച്ച ചെയ്തു എന്നാണ് ബഹുമാനപ്പെട്ട മന്ത്രി ഇപ്പോൾ പറഞ്ഞത്. പക്ഷേ ഇവിടെ ടൂറിസം ഡയറക്ടർ വിളിച്ച മീറ്റിംഗ്, ഓൺലൈൻ മീറ്റിങ്ങിൻ്റെ അതിൻ്റെ അജണ്ട പറഞ്ഞിരിക്കുന്നത് ടൂറിസം ഈസ് എക്സൈസ് പോളിസി റിന്യൂവൽ മീറ്റിംഗ് ഫോർ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് എന്നാണ്. അപ്പോൾ മന്ത്രി പറഞ്ഞ മീറ്റിങ്ങിൻ്റെ അജണ്ടയോ മീറ്റിംഗ് വിളിച്ചിരിക്കുന്ന സർക്കുലേറ്റ് ചെയ്ത അജണ്ടയും തമ്മിൽ പൊരുത്തപ്പെടുന്നതല്ല. ഇത് നമുക്ക് എല്ലാവർക്കും ലഭ്യമായിട്ടുള്ളതാണ്. ഇത് അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? എക്സൈസ് പോളിസിയുമായി ബന്ധപ്പെട്ടിട്ട് തന്നെയാണോ അവിടെ മീറ്റിംഗ് വിളിച്ചത് എന്ന് വ്യക്തമാക്കാമോ? യെസ് മിനിസ്റ്റർ. സർ, ഇതുമായി ബന്ധപ്പെട്ട് ടൂറിസം ഡയറക്ടർ വിശദമായി കാര്യങ്ങൾ പറഞ്ഞതാണ്, ഒരു പത്രക്കുറിപ്പ് ഇറക്കിയതാണ്. മന്ത്രി എന്നുള്ള നിലയിൽ ഞാനും ഇതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ വ്യക്തമാക്കിയതാണ്. നമ്മുടെ സഭയിൽ നേരത്തെ ചർച്ച ചെയ്തതാണ്. ഇതുമായി ബന്ധപ്പെട്ട് ടൂറിസം വകുപ്പ് ഒരു നിർദ്ദേശവും ഒരു നിലപാടും അറിയിച്ചിട്ടില്ല എന്നുള്ളത് നേരത്തെയും പറഞ്ഞതാണ്, ഇപ്പോൾ ഒന്നുകൂടി ആവർത്തിക്കുക. രണ്ടാമത്തത്, ടൂറിസം ഡയറക്ടർ വിളിച്ചു ചേർത്ത യോഗം മന്ത്രി നിർദ്ദേശിച്ചതിൻ്റെ ഭാഗമായി വിളിച്ചു ചേർത്ത യോഗമല്ല, ടൂറിസം വകുപ്പ് മന്ത്രിക്ക് അറിയാത്ത യോഗവുമാണ് എന്നുള്ളത് ഡയറക്ടർ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഡയറക്ടറുടെ പത്രക്കുറിപ്പ് ഒന്നുകൂടി വായിക്കാം. മന്ത്രിയുടെ നിർദ്ദേശപ്രകാരമല്ല ടൂറിസം യോഗവും, മദ്യനയവുമായി ബന്ധമില്ല. ടൂറിസം ഡയറക്ടർ കേരള ടൂറിസം ഡയറക്ടർ ഇൻഡസ്ട്രി കണക്റ്റിൻ്റെ ഭാഗമായി നടത്തിയ യോഗത്തിനെക്കുറിച്ച് പരക്കുന്നത് തെറ്റിദ്ധാരണാജനകമായ വാർത്തകളാണെന്ന് ടൂറിസം വകുപ്പ് വ്യക്തമാക്കി. ടൂറിസം മേഖലയിലെ വിവിധ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് കേരള ട്രാവൽ മാർട്ട് സൊസൈറ്റി അടക്കമുള്ള സംഘടനകളുടെ ആവശ്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനാണ് മെയ് 21 യോഗം വിളിച്ചത്. ഇത് ടൂറിസം മന്ത്രിയുടെ നിർദ്ദേശപ്രകാരമല്ലെന്നും ടൂറിസം ഡയറക്ടർ വ്യക്തമാക്കി. ടൂറിസം മേഖലയുടെ വികസനത്തിൽ റിസോർട്ടുകൾ, ഹോട്ടലുകൾ, ഹൗസ് ബോട്ടുകൾ, ഇവൻ്റ് മാനേജ്മെൻറ്റ് ഗ്രൂപ്പുകൾ എന്നിവർ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ്. അതിനാൽ ടൂറിസം മേഖലയിലെ സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ പ്രതിനിധികളുടെ യോഗം കൃത്യമായ ഇടവേളകളിൽ ടൂറിസം ഡയറക്ടറേറ്റിലെ ഉദ്യോഗസ്ഥർ വിളിച്ചു ചേർക്കാറുള്ളതാണ്. കേരള ട്രാവൽ മാർട്ട് സൊസൈറ്റി, ഇവൻ്റ് മാനേജ്മെൻറ്റ് അസോസിയേഷൻ, ഹൗസ് ബോട്ട് അസോസിയേഷൻ, ഫെഡറേഷൻ ഓഫ് കേരള ഹോട്ടൽസ് അസോസിയേഷൻ, സൗത്ത് കേരള ഹോട്ടൽ ഫെഡറേഷൻ, അസോസിയേഷൻ ഓഫ് അപ്രൂവ്ഡ് ആൻഡ് ക്ലാസിഫൈഡ് ഹോട്ടൽസ് ഓഫ് കേരള, കേരള ടൂറിസം ഡെവലപ്മെൻറ്റ് അസോസിയേഷൻ എന്നീ 7 സംഘടനകളാണ് യോഗത്തിൽ പങ്കെടുത്തത്. യോഗത്തിൽ പങ്കെടുത്തവരുടെ വിശദാംശങ്ങളിൽ നിന്ന് തന്നെ ഇത് ബാർ ഉടമകളുടെ മാത്രമായതോ ഇപ്പോൾ പ്രചരിപ്പിക്കും പ്രകാരം സർക്കാരിൻ്റെ മദ്യനയവുമായി ബന്ധപ്പെട്ടതോ ആയ പ്രത്യേക യോഗമല്ല എന്നത് വളരെ വ്യക്തമാണ്.